ചേച്ചി എഞ്ചിനീയർ ആവാനായിരുന്നു ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി ഇത് സെലക്ട് ചെയ്യാൻ കാര്യം എന്നാ ചേച്ചി ആ സമയത്ത്? അത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ഫാമിലിയിലൊരു അച്ഛൻ്റെ ഒരു ബിസിനസ് തകർച്ച, ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു. ഞാൻ തേടിപ്പോയതല്ല. പിന്നെ അത് കരിയറായിട്ട് ഞാൻ സ്വീകരിക്കേണ്ടി വന്നു. അപ്പൊ ചേച്ചിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എഞ്ചിനീയറിംഗിന്? ഇല്ല, പിന്നീട് ഇതിലേക്ക് അങ്ങ് ഞാൻ എൻജോയ് ചെയ്തു. ശരിക്കും പിന്നീട് ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കരിയർ ഞാൻ എൻജോയ് ചെയ്തു തുടങ്ങി. പിന്നെ ചെയ്തു വന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ കാവാലം സാർ ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയായിരുന്നു ആ സമയത്ത് പുനർജനിക്ക്. കാവാലം സാർ പറഞ്ഞു, ഈ കുട്ടി എന്ത് ബോൺ ആർട്ടിസ്റ്റാണ്, ആ ക്യാരക്ടർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്. അതല്ല ചേച്ചി പറയുമ്പോ ചേച്ചി ഒന്നും അറിയാൻ ആയിട്ട് പോയി നിൽക്കുക എന്ന് വെച്ചാൽ പിന്നെ ഞാൻ വേറെ അങ്ങനത്തെ കൾച്ചറൽ പ്രോഗ്രാംസ് അങ്ങനെ ഒന്നും വലുതായിട്ടില്ല. പിന്നെ സ്കൂളിലൊക്കെ ഡാൻസ്, യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ വലുതായിട്ട് ഇതിലേക്കൊന്നും എൻഗേജ്ഡ് ഒന്നും ആയിരുന്നില്ല. ചേച്ചി ഒറ്റൊരാളല്ല? ഇല്ല, സിസ്റ്റർ ഉണ്ട്, അനിയത്തിയുണ്ട്. അല്ലല്ല, അനിയത്തിയ. എന്നാ ചെയ്യുക? അവർ ഫാഷൻ ഡിസൈനറാണ്. എല്ലാം ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. ഈ സ്റ്റിച്ചിങ്ങും ഈ ഓർണമെന്റ്സ് മേക്കിംഗ് എല്ലാം. ഓക്കെ, ചേച്ചിക്ക് ഇനി എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാനും താല്പര്യം? അയ്യോ, ഇനി ഈ വയസ്സാക്കാലത്ത് ഇനി എഞ്ചിനീയറിംഗ് പിള്ളേർ എഞ്ചിനീയറിംഗ് ആവാറായി. ഇല്ല, അങ്ങനെ പിള്ളേരെ ഇൻസിസ്റ്റ് ചെയ്ത് അവരിങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് എനിക്കില്ല. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് വേണം. അവർക്ക് ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ അവർക്ക് സ്വയം ഒരു എയിം ഉണ്ട്. നമ്മളൊന്നും പറയണ്ട, അവർക്ക് തന്നെ എയിം ഉണ്ട്. അല്ല, മാത്രമല്ല പണ്ടത്തെ കാലത്തൊക്കെയാണ് നമ്മുടെ ആരോട് എന്ത് ചോദിച്ചാലും പറയും ഒന്നല്ലെങ്കിൽ അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ പറഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ. ഇത് മൂന്നേ ഉള്ളൂ അവന്യൂസ് അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചിനും ഒക്കെ ഈവൻ കുക്കിങ്ങിനൊരു ക്ലാസ്സസ് ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ വന്ന് ഏത് സാധനം വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലൈൻ ചൂസ് ചെയ്യാം. പണ്ടതില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മെഡിക്കലാണെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ലൈനിലോട്ട് പോവാം. ചേട്ടാ ഒരു വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്? ഒരു വില്ലൻ വേഷം ചെയ്തു. അതിനുശേഷം ആൾക്കാർ എന്നോട് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കാരണം അറിയാം, എൻ്റെ ഭാര്യ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതായത് ഞാൻ ക്യാമറ നോക്കിയിട്ടേ അഭിനയിച്ചുള്ള പെണ്ണിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു റേപ്പ് സീനായിരുന്നു അത്. പണ്ടത്തെ ബാലൻകെ നായരുടെ സിനിമയിലൊക്കെ റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് റിയൽ ആയിട്ട് പറഞ്ഞില്ല, ഡ്രസ്സ് വലിച്ച് കീറണം, പുറകെ ഓടണം, ചാടണം, ഇതൊക്കെ ചെയ്യണം. ഇതൊന്നുമില്ല. ഇത് ഭാവങ്ങൾ കൊണ്ട് മാത്രം, നീറ്റ് റേപ്പിംഗ് ആയിരുന്നു, എക്സ്പ്രഷൻസ് കൊണ്ട് മാത്രം ഒരു കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ജനകൻ. ചേച്ചിയോട് എന്ത് രസമായിട്ടാ പറഞ്ഞ, ഞാൻ പെൺകുട്ടിയെ കണ്ടേയില്ല. വൈഫിനും അറിയാം, ഇപ്പൊ ടെക്നിക്കലായിട്ട് വൈഫിനും അറിയാം. അപ്പൊ നോക്കുന്നുണ്ട് പെണ്ണുവല്ലോ ചേച്ചിയെ പറഞ്ഞു പറ്റിച്ചു. അല്ലല്ല, സത്യമാണെന്നല്ലോ വൈഫിനെ കാണുമ്പോഴേ അറിയാലോ. അല്ല, ടെക്നിക്കൽ വൈസ് അറിയാവുന്നതുകൊണ്ട് ചേച്ചി അതങ്ങ് കൺവിൻസ് ആയി. പിന്നെ ഇതുവരെ പറഞ്ഞില്ലേ വില്ലൻ ആവണമെന്ന്? പക്ഷെ വേറെ കാര്യമുണ്ട്, അതിന് കുഴപ്പമില്ല. ഇപ്പോൾ സിനിമയിൽ ഞാൻ അഭിനയം തുടങ്ങിയ കാലഘട്ടത്തിലും ആദ്യം വീട്ടിൽ പെർമിഷൻ വാങ്ങിക്കണമല്ലോ. കാരണം ഇതിൽ വരുമ്പോഴേക്കും നമുക്ക് ഭാര്യമാരെ കെട്ടിപ്പിടിക്കണം. ഭാര്യമാരെന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഓരോ സീരിയലിൽ ഓരോ ഭാര്യയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മക്കളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കെട്ടിപ്പിടിക്കുമ്പോഴും ഇങ്ങനെ ആൾക്കാർ ചെന്നും. എൻ്റെ വൈഫിന് അത് വലിയൊരു പ്രശ്നം തോന്നിയില്ലെങ്കിൽ പോലും പറയുന്നവരാണ് സൂക്ഷിച്ചോളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇളക്കാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ പെർമിഷൻ നേരത്തെ വാങ്ങിച്ചു. കാരണം എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതാണ്. സി, ദിസ് ഈസ് മൈ പ്രൊഫഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡോക്ടറോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പല ലേഡി ഡോക്ടറാണെങ്കിൽ പല ആണുങ്ങളെയും തൊടേണ്ടി വരും. അപ്പോൾ അത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് പിണങ്ങിയാൽ പ്രശ്നമാണത്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ പ്രൊഫഷൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രൊഫഷനിലും അത് ഈസ് പാർട്ട് ഓഫ് എ പ്രൊഫഷൻ. എൻ്റെ മക്കൾ രണ്ട് മക്കളാണ് എനിക്ക്, 2 ആൺമക്കളാണ്. മൂത്ത ആൾ രോഹിത് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ ബിസിനസ് എല്ലാം നടത്തിയിരുന്നത്. രോഹിത് വീഡിയോ, രോഹിത് ഫിലിംസ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെ പേരിലായിരുന്നു. അപ്പോൾ അവനിപ്പോൾ ഈ പാസ്ഡ് ഔട്ട് ഇസ് ജേർണലിസം, ഈസ് ഇൻ ചെന്നൈ. അവൻ ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു ഇത്രയും നാൾ. ഈ വാസ് ചീഫ് സബ് എഡിറ്റർ ദർ. ഇപ്പോൾ അത് വിട്ടിട്ട് ഈസ് എ ഗുഡ് പെയിൻറ്റർ, ലെഫ്റ്റ് ഹാൻഡറാണ്, നല്ല പെയിൻറ്ററാണ്. ഇപ്പോൾ അവൻ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റും എഴുതി ഡേറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എൻ്റെ ലൈനിലോട്ട് തന്നെ എത്താനുള്ള സാധ്യത വരുന്നുണ്ട്. അത് മൂത്ത ആൾ. രണ്ടാമത്തെ ആൾ കുറച്ച് നല്ല ഇതൊക്കെ കണ്ടാൽ പ്രിയനാണ്. അപ്പോൾ അവൻ്റെ തീറ്റി പ്രിയനായതുകൊണ്ട് അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് അവൻ അങ്ങനെ ഘാനയിലും ദുബായിലും ഒക്കെ ആയിരുന്നു അവൻ വർക്ക് ചെയ്തിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ലൈൻ മാറിയാൽ കൊള്ളാം എന്നവനൊരു ചിന്ത വന്നിട്ടുണ്ട്.
അങ്ങനെ അവൻ ഇപ്പോൾ ദുബായിൽ നിന്ന് തിരിച്ച് വന്ന് വീട്ടിൽ ലാൻഡ് ഇപ്പൊ എന്നാ ചെയ്യാൻ പോവാ പുള്ളി? തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു. വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. സോ ഹീസ് ഗോയിങ് ടു ലാൻഡ് ഇൻ ടു സംതിങ് ഗുഡ്. അതിപ്പോൾ പറയാറായിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ലൈൻ തന്നെ ആകാം. അല്ല, ഞാൻ പറയില്ലേ, ഇതിലൊന്നും ഞാൻ നിർബന്ധിക്കില്ല. എൻ്റെ അച്ഛൻ എന്നെ ഒരു കാര്യത്തിലും നിർബന്ധിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, എഞ്ചിനീയറിംഗ് കിട്ടിയിട്ട് എഞ്ചിനീയറിംഗ് എടുക്കാതിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ പിണങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതേ സ്റ്റാൻഡ് തന്നെയാണ് ഞാനും എൻ്റെ മക്കളുടെ അടുത്ത്. അവർക്ക് ഇഷ്ടമുള്ളത്. അതെ, നമ്മൾ കമ്പൽ ചെയ്യണ്ട. ഇനി ഞാൻ എൻ്റെ ആ സ്പെഷ്യൽ ഡ്രിങ്ക് തരട്ടെ. സന്തോഷം. ഞാനത് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചു. അത് അലുത്തു പോയോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഇല്ല. quite different. ഇത് സ്ട്രോ ഇട്ട് കുടിക്കേണ്ടതാണോ, പക്ഷെ ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഇച്ചിരി ഫ്രീസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി സ്പൂൺ തരാം. ഇത് കണ്ടിട്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഒരു സാധനം. ഇച്ചിരി, not too much. ഇത് നമ്മുടെ ഈ ഫലൂഡ എന്നൊക്കെ പറയില്ലേ, ഫലൂഡയുടെ വേറെ വേർഷൻ അല്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു പരീക്ഷണം പോലത്തെ അങ്ങ് കൂട്ടിയേച്ചാൽ മതി. ഇച്ചിരി ഒരു ഫ്രീസ്ഡ് ആണോ ചേച്ചി അന്നേരം? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? നമുക്ക് പൈനാപ്പിൾ, പിന്നെ പെസ്ത, സ്ട്രോബെറി, കോക്കനട്ട് ക്രീം, എത്രയൊക്കെ വെച്ചിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് സ്ട്രോബെറി. അപ്പോൾ യു ക്യാൻ ഹാവ് ഇറ്റ് വിത്ത് യെസ്, ഡെഫിനറ്റ്ലി. സ്ട്രോബെറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും വൈഫും കൂടെ ഈ അടുത്ത് സ്വിറ്റ്സർലൻഡിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഈ സ്ട്രോബെറി ഫാംസ് ഉണ്ട്. അവിടെ പോയി ലൈവായിട്ട് നമുക്ക് പറിച്ചിട്ട് ഇതിനേക്കാൾ ടേസ്റ്റ്. കാരണം എന്നറിയാമോ, ലൈവായിട്ട് കഴിക്കാൻ കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് പറിച്ച് എത്ര ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനമാണ്. ശരിക്കും അതൊരു പ്രത്യേക ഇതാണ്. ഞാൻ അതിനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഒരു തേങ്ങാപ്പാലിന് ഒരു കട്ടി തിക്ക് കോക്കനട്ട് ക്രീം വരും, ഇതിനകത്തെല്ലാം വരും. എപ്പോഴും നമ്മളൊരു ജ്യൂസ്, ഒരു മാംഗോ ജ്യൂസ് തന്നെ അല്ല പൈനാപ്പിൾ ജ്യൂസ് തന്നെ കുടിച്ചാൽ പൈനാപ്പിളിൻ്റെയും പിസ്തയുടെയും ആ കോക്കനട്ട് മിൽക്കിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവർ. ക്വൈറ്റ് ഡിഫറെന്റ്, അത്രേ ഉള്ളൂ. എപ്പോഴും കഴിക്കുന്നതിന് ഒരു വ്യത്യാസം. അകത്ത് കട്ട് ഫ്രൂട്ട്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, മേലി വെച്ച സ്ട്രോബെറി മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ ഫലൂഡ ചേട്ടാ. ഫലൂഡയ്ക്കകത്ത് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. നൈസ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ സ്ട്രോബെറി കൊലാഡ എന്നാ പറയുന്നത്. ഒന്ന് എഴുതി തരണേ. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഭാര്യ ചോദിക്കും, അപ്പോൾ ഞാൻ ചിക്കൻ ഒരു കോലിൽ കൊണ്ട് തന്നു, അത് കഴിച്ചു. പിന്നെ ഇവർ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ എനിക്കിത് കൊണ്ട് തന്നു. രണ്ടിന്റെ പേര് ഞാൻ മറന്നു. ഞാൻ ചിക്കൻ സാത്തേ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിട്ട് ചിക്കൻ കോലി കൊണ്ട് തന്നു. അല്ല, ഉള്ള സത്യാവസ്ഥ പ്രായമൊക്കെ കുറച്ച് മറവിയൊക്കെ ഉണ്ടെന്ന് വെച്ചോ. ആ പേര് പെട്ടെന്ന് മറന്നു പോകും കേട്ടോ. ഞാൻ എഴുതി തരാം. 2 പേരും 5 പ്രാവശ്യം നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചേച്ച് പോയാൽ മതി. ചിക്കൻ സാത്തേ. പിന്നെ ഇത് പൈനാപ്പിൾ അല്ലേ? സ്ട്രോബെറി കൊലാഡ. അത്രേ ഉള്ളൂ, വലിയ പ്രശ്നമില്ല. ഇത്ര ഡയലോഗ് പറയുന്ന ആളല്ലേ. ഒരു വാക്ക് പറയാൻ ഇച്ചിരി പാട്. എന്തായാലും ചേട്ടാ, ഞങ്ങളുടെ അടുക്കളയിൽ വന്നതിൽ വളരെ സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് ടു യു ചേച്ചി. സ്പെഷ്യൽ താങ്ക്സ്.